ഓൾ ടൈം ഹൈയിൽ നിന്നും കൺസിഡറബിൾ ഡിസ്കൗണ്ട് ലഭിക്കുന്നതും അതേസമയം സപ്പോർട്ട് പ്രൈസിനടുത്ത് കൺസോളിഡേറ്റ് ചെയ്യുന്നതുമായ 3 ക്വാളിറ്റി സ്റ്റോക്കുകളെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വഴി പരിചയപ്പെടുന്നത്. ഈ 3 ക്വാളിറ്റി സ്റ്റോക്കുകളും മീഡിയം ടൈമിലും ലോങ് ടൈമിലും ഡീസൻറ്റ് റിട്ടേൺ ജനറേറ്റ് ചെയ്യാൻ ശേഷിയുള്ളതാണ്. ഒന്നാമത്തേത് MTAR ടെക്നോളജി ലിമിറ്റഡ്. ഇന്ന് MTAR 1.4% ഉയർന്ന് 1919 ക്ലോസിംഗ് നൽകി 6000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 105. 52 വീക്ക് ഹൈ 2920. 52 വീക്ക് ഹൈയിൽ നിന്നും ഏകദേശം 1000 രൂപ ഡിസ്കൗണ്ടിൽ MTAR ടെക്നോളജി എന്ന സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നു. 52 വീക്കിലോ 1600, 52 വീക്ക് ലോയ്ക്ക് അടുത്ത് ഏകദേശം സ്റ്റോക്ക് എത്തിയിട്ടുമുണ്ട്. 6 മാസം കൊണ്ട് സ്റ്റോക്ക് 12% നെഗറ്റീവ് റിട്ടേൺ ആണ് നൽകിയത്. MTAR ടെക്നോളജി എന്ന സ്റ്റോക്കിൽ പല ബ്രോക്കേജ് ഏജൻസികളും ബുള്ളിഷാണ്. ഇൻക്രെഡ് ഇക്വിറ്റീസ് എന്ന ബ്രോക്കേജ് MTAR ടെക്നോളജീസിന് ബൈ എന്ന റേറ്റിംഗും 42% അപ്സൈഡിൽ 2644 രൂപയുടെ ടാർഗറ്റും നൽകിയിട്ടുണ്ട്. വരും സമയങ്ങളിൽ ക്ലീൻ എനർജി കൺവെൻഷണൽ എനർജിക്ക് പകരമായി മാറുകയും ഫ്യൂവൽ സെൽസ്, ന്യൂക്ലിയർ തുടങ്ങിയവ എമർജിംഗ് ബിസിനസ്സായി മാറാൻ സാധ്യതയുള്ളതുകൊണ്ടുമാണ് ഇൻക്രെഡ് ഇക്വിറ്റീസ് MTAR ടെക്നോളജിക്ക് ബൈ എന്ന റേറ്റിംഗും 42% അപ്സൈഡിലുള്ള ടാർഗറ്റും നൽകിയത്. ക്ലീൻ എനർജി സെഗ്മെൻറ്റിൽ വ്യക്തമായ ആധിപത്യമുള്ള കമ്പനി നേരിടുന്ന ചില ക്ലയൻറ്റ് കോൺസെൻട്രേഷൻ റിസ്കിൻ്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ക്വാർട്ടറിലെ റിസൾട്ടിൽ മോശം പെർഫോമൻസ് കമ്പനി കാഴ്ചവെച്ചിരുന്നു. ഓപ്പറേറ്റിംഗ് മാർജിൻ 20% നിന്നും 12% ഇടിയുകയും നെറ്റ് പ്രോഫിറ്റ് 10 കോടിയിൽ നിന്നും 5 കോടിയിലേക്ക് ഇടിയുകയും ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്ക് ഒരു കറക്ഷൻ ഫേസിലൂടെ കടന്നു പോവുകയും അതിനുശേഷം സപ്പോർട്ടിനടുത്ത് കൺസോളിഡേറ്റ് ചെയ്യുകയുമാണ് ഇപ്പോൾ ചെയ്യുന്നത്. കമ്പനിയുടെ പ്രൊമോട്ടേഴ്സിൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് 39% നിന്നും 37.2% ഇടിഞ്ഞു. FISൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് 11.02 നിന്നും 10.5 കുറഞ്ഞിട്ടുണ്ട്. DISൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് 18.9 നിന്നും 18.07 കുറയുകയും പബ്ലിക് സ്റ്റേക്ക് ഹോൾഡിംഗ് 32.7 നിന്നും 34.10 ഉയരുകയും ചെയ്തു. MTAR ടെക്നോളജി എന്ന സ്റ്റോക്ക് ഇപ്പോൾ ട്രെൻഡ് ലൈൻ സപ്പോർട്ടിന് അടുത്ത് ട്രേഡ് ചെയ്യുന്നു. മന്ത്ലി ക്യാൻഡിൽ പാറ്റേൺ പരിശോധിക്കുകയാണെങ്കിൽ സ്റ്റോക്ക് ട്രെൻഡ് ലൈൻ സപ്പോർട്ടിന് അടുത്തായിട്ടാണ്. വീക്ക്ലി ക്യാൻഡിൽ പാറ്റേണിൽ 1650 എന്ന ലെവലിനെ സ്റ്റോപ്പ് ലോസായി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യാം. ഈ സാഹചര്യത്തിൽ MTAR ടെക്നോളജി എന്ന സ്റ്റോക്കിൽ പൊസിഷൻ എടുക്കുകയാണെങ്കിൽ ഡീസൻറ്റ് റിട്ടേൺ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. സ്റ്റോക്ക് ട്രെൻഡ് ലൈൻ സപ്പോർട്ടിന് അടുത്ത് ട്രേഡ് ചെയ്യുന്നു. കൂടാതെ സപ്പോർട്ട് പ്രൈസിൽ ദീർഘകാലം കൺസോളിഡേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഡൗൺ സൈഡ് റിസ്ക്കും കുറവാണ്. അതുപോലെ തന്നെ കമ്പനി ഫ്യൂച്ചറിൽ മികച്ച പെർഫോമൻസ് നടത്താൻ സാധ്യതയുള്ള ബിസിനസ് സെക്ടറിനെ കേറ്റർ ചെയ്യുകയും ചെയ്യുന്നു. രണ്ടാമത്തെ സ്റ്റോക്ക് ജിയോ ഫിനാൻഷ്യൽ സർവീസ് ലിമിറ്റഡ്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് 351 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. 2.26 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 138. 52 വീക്ക് ഹൈ 394, 52 വീക്കിലോ 202. 52 വീക്ക് ഹൈയിൽ നിന്നും സ്റ്റോക്ക് കൺസിഡറബിൾ ഡിസ്കൗണ്ട് ലഭിക്കുന്നു. 1 മാസം കൊണ്ട് 1% നെഗറ്റീവ് റിട്ടേൺ ആണ് നൽകിയത്. അതേസമയം ജിയോ ഫിനാൻഷ്യൽ സർവീസ് എന്ന സ്റ്റോക്ക് ലിസ്റ്റഡ് ആയതിനു ശേഷം ഹോൾഡ് ചെയ്തവർക്ക് മികച്ച റിട്ടേൺ ഇതിനകം ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ജിയോ ഫിനാൻഷ്യൽ സർവീസിൻ്റെ ചാർട്ട് പരിശോധിച്ചാൽ മുമ്പ് സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 225 ഒരു പ്രധാന സപ്പോർട്ടും 250 ഒരു പ്രധാന റെസിസ്റ്റൻസുമായിരുന്നു. 250 നിന്നും സ്റ്റോക്കിൽ ബ്രേക്കൗട്ട് വന്നതിന് ശേഷം സ്റ്റോക്ക് ഏകദേശം 400 രൂപ വരെ ഉയർന്നു. അവിടെ നിന്നും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വരികയും സ്റ്റോക്കിന് 350 സ്ട്രോങ് സപ്പോർട്ട് ലഭിക്കുകയും ചെയ്യുന്നു. 350 എന്ന സപ്പോർട്ട് ബ്രീച്ച് ചെയ്യുകയാണെങ്കിൽ 330, 325 തുടങ്ങിയ ലെവലുകളും സ്റ്റോക്കിൻ്റെ സ്ട്രോങ് സപ്പോർട്ടാണ്. ഇവിടെ സപ്പോർട്ട് പ്രൈസിനടുത്ത് കൺസോളിഡേറ്റ് ചെയ്യുന്ന ഒരു ക്വാളിറ്റി സ്റ്റോക്ക് ആയതുകൊണ്ട് ജിയോ ഫിനാൻഷ്യൽ സർവീസ് എന്ന സ്റ്റോക്കിനെ നമ്മൾക്ക് പരിഗണിക്കാം. കൂടാതെ ഫിനാൻഷ്യൽ മാർക്കറ്റിലെ പല പ്രൊഡക്റ്റുകളും കമ്പനി ലോഞ്ച് ചെയ്യുകയും ചെയ്യുന്നു. മൂന്നാമത് സപ്പോർട്ട് ലഭിക്കുന്ന ഒരു സ്റ്റോക്ക് വീനസ് പൈപ്പ് ആൻഡ് ട്യൂബ്സ് ലിമിറ്റഡ് ആണ്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് 0.41% ഇടിഞ്ഞ് 2065 ക്ലോസിംഗ് നൽകി. 4000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 48.77. 52 വീക്ക് ഹൈ 2275, 52 വീക്കിലോ 1140. 52 വീക്ക് ഹൈയിൽ നിന്നും അത്ര അധികം ഡിസ്കൗണ്ടിലല്ല സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. അതേസമയം സപ്പോർട്ട് പ്രൈസിനടുത്ത് സ്റ്റോക്ക് കൺസോളിഡേറ്റ് ചെയ്യുന്നതുകൊണ്ട് വീനസ് പൈപ്പ് എന്ന സ്റ്റോക്കിനെ നമ്മൾക്ക് പരിഗണിക്കാവുന്നതുമാണ്. വീനസ് പൈപ്പിനെ സംബന്ധിച്ചിടത്തോളം 1250, 1500 എന്ന റേഞ്ചായിരുന്നു സ്റ്റോക്കിൻ്റെ മുമ്പത്തെ റേഞ്ച്. 1500 മുകളിൽ ബ്രേക്കൗട്ട് നൽകിയ സ്റ്റോക്ക് 2250 വരെ ഉയരുകയും പിന്നീട് 2000-നും 2250-നും ഇടയിൽ കൺസോളിഡേറ്റ് ചെയ്യുകയുമാണ്. ഈ സാഹചര്യത്തിൽ 2000 എന്ന പ്രൈസിനടുത്ത് വീനസ് പൈപ്പിനെ സ്റ്റാഗേർഡ് മാനറിൽ അക്കുമുലേറ്റ് ചെയ്യാം. ഏതെങ്കിലും കാരണവശാൽ 2000 എന്ന സൈക്കോളജിക്കൽ സപ്പോർട്ട് നഷ്ടമായാൽ 1850 സ്റ്റോക്കിൻ്റെ സ്ട്രോങ് സപ്പോർട്ടായി പ്രവർത്തിക്കാനും സാധ്യതയുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.